ദൈവത്തിന് മഹത്വം. കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന പ്രതികരണത്തിന്റെ സ്നേഹത്തിനായിട്ട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ തരുന്ന നല്ല നല്ല പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് എപ്പോഴും പ്രോത്സാഹനം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പശ്ചാത്തല സംഗീതത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ നല്ലവരായ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തീയ ഗാനശാഖ പരിശോധിക്കുകയാണെങ്കിൽ സ്ത്രീകളായിട്ടുള്ള എഴുത്തുകാരൊക്കെ വളരെ ചുരുക്കമാണെങ്കിൽ പോലും സമർത്ഥരായ ഒരുപാട് എഴുത്തുകാരുണ്ട്. ഒരു അമേരിക്കൻ വനിത എഴുതി ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി നമ്മളാകെ ഏറ്റുപാടുന്ന ലോക പ്രശസ്തമായ ഒരു ഗാനത്തിന്റെ പശ്ചാത്തലത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. 1820 മാർച്ച് 20 അമേരിക്കയിലാണ് ഫാനി ക്രോസ്ബി എന്ന വനിത ജനിക്കുന്നത്. വളരെ സുന്ദരിയും ആരോഗ്യവതിയൊക്കെ ആയിരുന്നു ഫാനി ക്രോസ്ബി. എന്നാൽ ചെറുപ്പത്തിൽ തനിക്ക് 6 വയസ്സുള്ളപ്പോൾ കണ്ണിന് ഒരു രോഗം ബാധിച്ചു. ആ രോഗം മൂർച്ഛിച്ചപ്പോൾ ഒരു നാട്ടുവൈദ്യന്റെ സഹായം തേടി. എന്നാൽ അതിന്റെ ചികിത്സാ പിഴവ് മൂലം അവരുടെ കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടു. കാഴ്ചയൊക്കെ പൂർണ്ണമായി നഷ്ടപ്പെട്ടെങ്കിലും ഒട്ടും തളരാതെ തന്റെ പ്രത്യാശയൊന്നും കൈവിടാതെ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ച് പിന്നീടുള്ള കാലങ്ങൾ ശുശ്രൂഷയ്ക്കായി മാറ്റിവെച്ചു. പിന്നീട് ഫാനി ക്രോസ്ബി എഴുതാൻ തുടങ്ങി. 1843 താൻ വിവാഹിതയായി. അലക്സാണ്ടർ വാൻ ആൽസ്റ്റൈൻ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. അതുകൂടാതെ അദ്ദേഹം അന്ധനായിരുന്നു. പിന്നീടുള്ള ഫാനിയുടെ ജീവിതത്തിൽ തന്റെ എഴുത്ത് ജീവിതത്തെയൊക്കെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ഭർത്താവ് വാൻ എന്ന് വിളിക്കപ്പെടുന്ന അലക്സാണ്ടർ വാൻ ആൽസ്റ്റൈൻ ആയിരുന്നു. കാഴ്ചയില്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു ഫാനിക്ക് എഴുതുവാനൊക്കെ. തന്റെ പേരിന്റെ വലിപ്പത്തേക്കാൾ കുറച്ചുകൂടി മാത്രമേ ഫാനിക്ക് എഴുതാൻ കഴിഞ്ഞിരുന്നുള്ളൂ. എങ്കിലും ഒരു ദിവസം തന്നെ 6-7 പാട്ടുകളൊക്കെ എഴുതാൻ ശ്രമിച്ചു. തന്റെ പാട്ടുകളൊക്കെ എഴുതിയിട്ട് സഹോദരിയും ഭർത്താവും തന്റെ സെക്രട്ടറിയും ഒക്കെ ആയിരുന്നു അത് പകർത്തി എഴുതിയിരുന്നത്. ഏതാണ്ട് 8,000-ൽ പരം പാട്ടുകൾ ഫാനി എഴുതി. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരാളുടെ തന്നെ ഇത്രയധികം പാട്ടുകൾ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചില പബ്ലിക്കേഷൻസിനൊക്കെ വളരെ മടിയായി തുടങ്ങി പാട്ടുകളൊക്കെ പ്രസിദ്ധീകരിക്കാൻ. അതുകൊണ്ട് തന്നെ പിന്നീട് ഫാനി 200-ൽ പരം തൂലികാ നാമങ്ങൾ ഉപയോഗിച്ചാണ് പിന്നീട് എഴുതിയത്. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇത്രയധികം പാട്ടുകൾ പ്രസിദ്ധീകരിക്കുന്നത് കൊണ്ട് തന്നെ ക്രിസ്തീയ ഗാനവിജയിതാക്കളുടെ രാജ്ഞി എന്ന പേരിലും ഫാനി അറിയപ്പെട്ടു. അതുകൂടാതെ ആധുനിക ഗാനങ്ങളുടെ മാതാവ് എന്ന പേരിലും അവർ അറിയപ്പെട്ടു. ഉണ്ടായിരുന്ന ആരോഗ്യത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഫാനി എഴുതിയ വരികളാണ് ഇതെന്റെ പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും തൻ കുരിശും എന്ന് തുടങ്ങുന്നത്. നിർഭാഗ്യം എന്ന് പറയേണ്ട പല അവസ്ഥകളെയും മറികടന്ന് എന്നോട് ഭാഗ്യം ചൊല്ലിക്കൂടാ എന്ന് പറഞ്ഞുകൊണ്ട് യേശു എൻ സ്വന്തം എന്ന് തുടങ്ങുന്ന ഗാനം എഴുതി. ഒരിക്കലൊരു സുഹൃത്ത് ഫാനിയോട് ചോദിച്ചു, ഇത്രയൊക്കെ കഴിവ് തന്ന ദൈവം എന്തുകൊണ്ട് നിന്റെ അന്ധത മാറ്റുന്നില്ല എന്ന് ചോദിച്ചു. ഫാനിയുടെ മറുപടി എങ്ങനെയായിരുന്നു? ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ദൈവം എന്നോട് ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെ ജനിക്കണം, ഏത് രീതിയിൽ ജനിക്കണം എന്ന് ചോദിക്കുകയായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ, എനിക്ക് അന്ധയായി തന്നെ ജനിച്ചാൽ മതി. കാരണം ഈ ലോകത്തിൽ താൽക്കാലികമായി സ്നേഹിക്കുന്ന ആരെയും കാണാതെ എൻ്റെ ദൈവത്തെ തന്നെ ആദ്യം കാണാമല്ലോ എന്നതായിരുന്നു മറുപടി. ഇത്രയധികം കർത്താവിനെ സ്നേഹിച്ച് കർത്താവിന് വേണ്ടി അധ്വാനിച്ച് പാട്ടുകൾ എഴുതിയ ഫാനി ക്രോസ്ബി 1915 തന്റെ 95-ാം വയസ്സിൽ കർത്താവിൽ നിദ്ര പ്രാപിച്ചു. ബ്ലെസ്സഡ് അഷ്വറൻസ് ജീസസ് ഈസ് മൈൻ എന്ന് തുടങ്ങുന്ന ഗാനം ലോക പ്രശസ്തമാണ്. ഫാനി ക്രോസ്ബിയുടെ ജീവിതവും പാട്ടുകളും നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനം ഉണ്ടാക്കുന്നതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ.